എന്താണെന്നറിയില്ല, വൈകിട്ടായപ്പോഴത്തേക്കും പതിവില്ലാത്തൊരു സ്നേഹം ലാവിക്ക് ലിയോൻ്റെ അടുത്ത്. ലാവിയുടെ ബാക്കിൽ ചെറിയൊരു കുരു പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്കൊരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാൾക്ക് കുശുമ്പ് അടിച്ചിട്ട് ആൾ മാറി നിന്നു. അപ്പോൾ പിന്നെ അവനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി അവനോട് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും സന്ധ്യയായി. അമ്മ വിളക്കൊക്കെ വെച്ചു. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല ഡീസൻറ്റ് കുട്ടികളാണ്. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഇവരെ ഉറക്കിക്കിടത്തി നമ്മൾ സ്നേഹം വാരി വിതറാനായിട്ട് ഷെഫ് പിള്ളേൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് പോയിട്ടോ. ഇത് സെൻട്രൽ മോളിലാണ് ഉള്ളത്. യുണൈറ്റഡ് കോക്കനട്ട് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ്. നല്ല സർവീസാണ്, നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്. നോമ്പ് തുറേൻ്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും കുറച്ച് റഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോറടി മാറ്റാനായിട്ട് ഷെഫ് പിള്ളേനെ ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ അമ്മയുടെ കൺട്രോൾ പോയപ്പോഴത്തേക്ക് അമ്മ ഭീഷണി മുഴക്കി. അതുകൊണ്ടായിരിക്കണം അമ്മയ്ക്ക് ഫുഡ് ആദ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഒരു സൂപ്പാണ് പറഞ്ഞത്, ഹോട്ട് ആൻഡ് സെർവ് വെജ് സൂപ്പ് അമ്മ പറഞ്ഞതുകൊണ്ടും ഞങ്ങൾ സൂപ്പ് പറയാത്തത് കൊണ്ടും അത് നോക്കി നിൽക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പിന്നെ ഞാനും കത്തിയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്കും സ്റ്റാർട്ടർ നമുക്ക് കിട്ടി. മലായി ഗോബി 65ഉം കൊച്ചുള്ളിപ്പരക്കുമായിരുന്നു നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത്. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന അതേ സാധനം റിപ്പീറ്റ് ചെയ്ത് വാങ്ങി കഴിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ പോയാലും കൊച്ചുള്ളിപ്പരക്കാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ അമ്മയുടെ സ്റ്റാർട്ടർ കുറച്ച് സ്വീറ്റ് ആയിരുന്നു, എന്നാലും അമ്മയ്ക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മെയിൻ കോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. മലായി കോഫ്ത, ബട്ടർ നാൻ, വെള്ളുവനാടൻ മീൻകറി, പിന്നെ നൂൽ പൊറോട്ട, ഇടിയപ്പം, ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാം കിട്ടു ഫുഡായിരുന്നു. നമ്മൾ നോർമലി ഷെഫ് പിള്ളേരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫിഷ് നിർവാണയാണ് ഓർഡർ ചെയ്യുക. ഇന്നൊരു വെറൈറ്റി പിടിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളതുകൊണ്ട് വള്ളുവനാടൻ മീൻ കറി ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു. ഇവിടെ വന്നാൽ പിന്നെ ഇളനീർ വിസ്മയം കഴിക്കാതെ വീട്ടിലോട്ട് വരില്ല എന്ന് വാശി പിടിക്കുന്ന ഒരാളുണ്ട് കേട്ടോ, രോഹിത്ത്. അപ്പോൾ അമ്മയും രോഹിത്തും ഇളനീർ വിസ്മയം കഴിച്ചപ്പോൾ ഞാനൊരു ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഇവരൊന്നും പറയാത്ത വേറെ എന്തോ ഒരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തു. അത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് വരാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചോക്ലേറ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതിന് തൊട്ട് താഴെയുള്ള ലോട്ടസ് ലാൻഡ് ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അവസാനം എനിക്ക് എൻ്റെ ചോക്ലേറ്റ് ബ്ലാസ്റ്റ് കിട്ടി. അത് കൊണ്ടുവരുമ്പോഴേ ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കിറ്റ്കറ്റ് ചോദിക്കേണ്ട, ഞാൻ തരില്ല. അങ്ങനെ കിറ്റ്കറ്റ് വേഗം വിഴുങ്ങിയിട്ട് ചോക്ലേറ്റ് ബ്ലാസ്റ്റ് കുടിക്കാനായിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റായിരുന്നു. സോ ഇതുവരെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിഡു ഫുഡാണ്.